അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാതെ നമ്മുടെ ഒരു പ്രവർത്തകനുമായിട്ട് നടത്തിയ ചർച്ച കുറെ തെറ്റുകൾ വന്നു. കരയുന്നുണ്ടായിരുന്നു. ഞാൻ പാർട്ടി വിട്ടു പോവാണ്, ഞാനും എന്റെ 20 പേര് ഞങ്ങൾ പാർട്ടി വിട്ടു പോവാണെന്ന് പറഞ്ഞ് കരയുന്നതിന്റെ അതുമൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഇനി പ്രചാരണങ്ങളൊന്നുമില്ല, അവസാന ഘട്ടമാണ്, ഇനി കൊട്ടിക്കലാശമാണ്. ഇത് എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള പ്രചാരണങ്ങൾ? വളരെ നല്ലതായിരുന്നു. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു, കാരണം നമുക്ക് സമയം വളരെ കുറവായിരുന്നു. അത്രയും സമയം കൊണ്ട് എല്ലാ കാര്യം കൂടെ ചെയ്യാനുള്ള ഒരു പ്രയാസം കൊണ്ട് അതിരാവിലെ തുടങ്ങി കുറച്ച് ലേറ്റായിട്ടൊക്കെ തീരുന്ന ടൈപ്പ് ഒരു പ്രചാരണമായിരുന്നു. അതുകൊണ്ടുള്ള ചെറിയ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം, കാരണം അത്രയ്ക്ക് സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നു ആളുകളുടെ കയ്യിൽ നിന്നും, കാണുന്ന ജനങ്ങളുടെ കയ്യിൽ നിന്നും, പിന്നെ എൻ്റെ പ്രവർത്തകരുടെ കയ്യിൽ നിന്നുള്ള ഒരു വലിയ ഒരു പിന്തുണ. അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എങ്ങനെയുണ്ട് പ്രതികരണങ്ങളൊക്കെ ജനങ്ങളുടെ? ജനങ്ങൾ പൊതുവെ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത്. അവര് വളരെ ഊഷ്മളതയോടുകൂടി സ്നേഹത്തോടും കൂടിയാണ് സ്വീകരിക്കുന്നത്. പൊതുവെ എല്ലാവരും പറയുന്നത് ജയിക്കും എന്നുള്ള മട്ടില് ഒരു വിഷമവും വേണ്ട, ടെൻഷനെ അടിക്കേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ട് ജയിക്കും, ഭൂരിപക്ഷം എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി എന്നുള്ള മട്ടിൽ ജനങ്ങൾ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. അവസാന ഘട്ടം ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം? ഇവിടെ ഞങ്ങളുടെ ബോർഡറാണ്, അതായത് ഈ കാട്ടാക്കട വട്ടിയൂർക്കാവിന്റെ ഒരു ബോർഡർ സ്ഥലമായിട്ട് വരും. കുറെ വോട്ടർമാർ ഇവിടെ ഉണ്ട്. ഈ ഒരു സ്ഥലം ഞാൻ വിട്ടുപോയിരുന്നു. പിന്നെ കൂടാതെ ടെർമോ പെൻപോളിലുള്ള കുറെ BMS പ്രവർത്തകര്, അവരെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവരെന്നെ ഒരു ഹാരം ഷോളൊക്കെ അണിയിച്ചൊന്ന് സ്വീകരിച്ച ഒരു പരിപാടി. ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. മറ്റു പലയിടത്തും ഓടാനുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ കൂടെ കിട്ടിയ സമയത്ത് ഇങ്ങോട്ട് വന്നു. 100% ഉറപ്പിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു പിണക്ക വിവാദം കേട്ടായിരുന്നല്ലോ. അത് പത്രം വെറുതെ കുത്തിപ്പൊക്കിയ ഒരു സംഭവമാണ്. എനിക്കെതിരെ ഈ പ്രചാരണം തുടങ്ങിയ പിന്നെ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഒരു വിവാദം ഉണ്ടാക്കാൻ പോലും പത്രക്കാർക്ക് സാധിച്ചിട്ടില്ല. അവർ ശ്രമിക്കാതെയല്ല, അവർ കിണഞ്ഞു പരിശ്രമിച്ചു. അപ്പൊ എനിക്ക് ഒരു വൃത്തികെട്ട ഒരു സ്വഭാവം അവർക്ക് പുറത്ത് കാണിക്കണം എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ചീറ്റിപ്പോയി. അതാണ് ഇന്നലെ ഒരു ഫംഗ്ഷൻ മാസ്കറ്റ് ഹോട്ടലിൽ നടന്നതിനകത്ത്. അതിന് ശരിക്കും ഞാൻ 2 പ്രാവശ്യം പുറത്തിറങ്ങി. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം പുറത്തിറങ്ങിയപ്പോൾ ഒരു ക്യാമറാമാൻ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാതെ നമ്മുടെ ഒരു പ്രവർത്തകനുമായിട്ട് നടത്തിയ ചർച്ച, അതായത് എൻ്റെ ഷെഡ്യൂളിൽ കുറെ തെറ്റുകൾ വന്നു. അത് ഇന്നലെ മാത്രമല്ല, 2-3 ദിവസമായിട്ട് നമുക്ക് രാവിലെ തലേ ദിവസം തരേണ്ട ഷെഡ്യൂളാണ്. അതനുസരിച്ചല്ലേ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂ. പിന്നെ എൻ്റെ PR ടീമിനോട് അറിയിക്കണം. അപ്പൊ അങ്ങനെ അന്നത്തെ ദിവസവും കുറെ തെറ്റുകൾ വന്നു. അപ്പൊ ഞാൻ കുറെ സ്ഥലം മിസ് ചെയ്തതിന്റെ, അന്ന് രാവിലെ പോകേണ്ടിയിരുന്ന കുറെ സ്ഥലം മിസ് ചെയ്തിട്ടാണ്. പിന്നെ സുരേഷ് ഗോപി സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഇടയിൽ കൂടെ കുറച്ച് പ്രോഗ്രാംസ് കയറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഞാൻ ഈ സോമൻജിയുമായിട്ട് കാലിലിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഷെഡ്യൂൾ തെറ്റിക്കല്ലേ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് തെറ്റിയതിന്റെ വിഷമം ഞാൻ ഫോണിലൂടെ അന്ന് കുറെ പേര് എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്തു. ഞങ്ങൾ 2-3 പ്രചാരണം നടത്തിയപ്പോൾ കോളനികൾ വിട്ടുപോയി. അവര് ഭയങ്കരമായിട്ട് കാത്തിരുന്നിട്ട് വന്നില്ല. ഒരു ബിജു പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. ഞാൻ പാർട്ടി വിട്ടു പോവാണ്, ഞാനും എൻ്റെ 20 പേര് ഞങ്ങൾ പാർട്ടി വിട്ടു പോവാണെന്ന് പറഞ്ഞ് കരയുന്നതിന്റെ അതുമൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഇത് സോമൻജിയുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പൊ ഞാൻ സോമൻജിയോട് ചോദിച്ചത് ഇതാണ്, സോമൻജി ഞാൻ പറഞ്ഞതല്ലേ ഇത് തെറ്റിക്കല്ലെന്ന്, ഞാൻ കാലിരുന്നുകൊണ്ടും പറഞ്ഞതല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല, എന്നിട്ട് ഷെഡ്യൂൾ തെറ്റിയല്ലോ എന്ന് പറഞ്ഞതാണ്. അവർ പിന്നെ എന്റെ പേര് പരാമർശിച്ചില്ല എന്ന് പറഞ്ഞൊരു വിവാദമാക്കി കാണിച്ചത്. അത് ശരിയല്ല, അത് തെറ്റായിരുന്നു. പിന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്തിരുന്നു. എന്തായാലും പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് സ്പീഡാക്കിയത് ദോഷം ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.
ലതാ കുമാരി. ജയലക്ഷ്മി. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ല. വട്ടിയൂർക്കാവിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി മാറി മാറി വന്ന പാർട്ടികൾ ഞങ്ങൾ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. വികസനം എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് കാത്തു. ഞങ്ങൾ വട്ടിയൂർക്കാവ് വികസനത്തിന് വേണ്ടിയിട്ടൊരു സമരം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അത് പ്രശാന്ത് വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ഭരണം അദ്ദേഹത്തിൻ്റെയിലായിരുന്നു. ഈ കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് പറഞ്ഞു പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് BJP വരുമെന്ന്. കാര്യം ഞങ്ങൾ വേറൊരു സൈഡിൽ രാഷ്ട്രീയമില്ലാതെ പൊതുവായിട്ട് വികസനം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇപ്പോ ഞങ്ങൾ ഈ ശ്രീലേഖ മേഡം വരും ചെയ്യും എന്ന് പൂർണ്ണമായി അതായത് ഈ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 തവണയും VK പ്രശാന്തിൽ വിശ്വാസം അർപ്പിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എന്നാണ് പറഞ്ഞത്. 100% കറക്റ്റാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയായിരുന്നു, എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം വേറെ രീതിയിലാണ് പോയെന്നുള്ളത് ഇപ്പൊ ഞങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. പക്ഷെ ഇനി വികസനം കൊണ്ടുവരാൻ ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് ഇപ്പോൾ ശ്രീലേഖ മേഡത്തിന് വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ടു പോയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഒരു പ്രതീക്ഷ? ഈ വട്ടിയൂർക്കാവിൽ BJP തന്നെയാണോ? തീർച്ചയായിട്ടും വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ സമൂഹത്തിന്റെ ജയിക്കും. സമൂഹത്തിന്റെ ഇതില് കാറ്റ് വീശാതിരുന്ന തീർച്ചയായിട്ടും ജയിക്കണം. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ വന്നാൽ വലിയൊരു മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ചെറുതിലെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. എന്നുവെച്ചാൽ എല്ലാം നല്ല സ്ട്രെയിറ്റ് ഫോർവേഡാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒന്നുമില്ലെങ്കിലും പടയണി റോഡിലെ പടയണിയുടെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. എത്രയോ നാളായിട്ട് അത് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കാട് കയറി ആദ്യം അതൊരു നീന്തൽ കുളമായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് പിന്നെ ഇപ്പോൾ അത് വീണ്ടും തുറന്നിട്ട് ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് പിന്നെ ക്ലീൻ ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരാനുണ്ട്. അത് വരും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ശ്രീലേഖ മാമിലൂടെ അതൊക്കെ സാധ്യമാകും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മത്സരം നടക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ പ്രത്യേകിച്ച് ശ്രീലേഖ മാം വരികയാണെങ്കിൽ വലിയൊരു പ്രതീക്ഷയാണ്. വികസനം തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം.